السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഈ കാണുന്നത് പോലത്തെ നിരവധി ബോർഡുകൾ, ഫ്ലക്സുകൾ, അതുപോലെ തന്നെ ചില പതാകകൾ ഒക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലെ റോഡരികിലും അതുപോലെ തന്നെ അല്ലാതെയും പല സ്ഥലങ്ങളിലും നമ്മൾക്കിത് കാണാൻ കഴിയും. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ഞാനിതിനെ പ്രതികൂലിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യുകയല്ല. ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. അതെന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് സംതൃപ്തിയും സമാധാനവും ആഹ്ലാദവും സന്തോഷവും നൽകുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നമ്മളുടെ ശരീരം ജീവിതത്തിന് ആവശ്യമായ ഒരു അംശം പോലും ഇതിലില്ല. മറിച്ച് ഇത് ആത്മീയമായി കൊണ്ടുള്ള നമ്മുടെ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായി കൊണ്ട് കിട്ടുന്ന ആനന്ദമാണ്. നേരെ മറിച്ച് ഇതില്ലെങ്കിലും, ഈ ഒരു പരിപാടി, ഒരു കളി ഇല്ലെങ്കിലും അതിലേക്ക് നമ്മൾ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ സകലത്ര സമയങ്ങളും ചെലവ് ചെയ്തുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു അവസ്ഥ അതില്ലെങ്കിലും നമ്മൾക്കിവിടെ ദുനിയാവിൽ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആനന്ദം ഉണ്ടാകണം. അപ്പൊ ശാരീരികമായി ജീവിതത്തിന് ഇത് ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇത് ആത്മീയമായി കൊണ്ടുള്ള ഒരു ആനന്ദവും സന്തോഷവുമാണ് ഇതിൽ ലഭ്യമാകുക. വിനോദങ്ങൾ, മത്സരങ്ങൾ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും കിട്ടുന്ന ശാരീരികമായ കാര്യങ്ങളാണ് നല്ല രുചികരമായ ഭക്ഷണങ്ങൾ, അതിലേക്ക് ആവശ്യമായ വെള്ളങ്ങൾ, ആവശ്യത്തിനുള്ള ഉറക്കം, അതുപോലെ തന്നെ വ്യായാമം, അതുപോലെ തന്നെ ശരീരത്തിന് അനുകൂലമായ മറ്റ് അന്തരീക്ഷങ്ങൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില ഉത്തേജനങ്ങളും ചില ആനന്ദവും ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇത് യാതൊന്നിൻ്റെയും ആവശ്യമില്ലാതെ നമ്മൾക്ക് സന്തോഷം സംതൃപ്തിയും കൊള്ളുന്നതാണ് ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ. എന്ന് പറഞ്ഞാൽ ആത്മീയമായി മനുഷ്യന് ഒരു സന്തോഷം നൽകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമ്മൾക്കിത് മനസ്സിലാക്കി തരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുകയുണ്ടായി, അദ്ദുനിയാ ഹുൽവത്തുൻ ഖാദിറുൻ വഇന്നല്ലാഹ മുസ്തഖലിഫുകും ഫീഹാ ഫനാദിറുൻ കൈഫ തഅലമൂൻ. അദ്ദുനിയാ, തീർച്ചയായും ദുനിയാവ്, ദുനിയാവ് ഖൽവത്തുൻ ഖാദിറുൻ, പച്ചയായതും വളരെ മധുരമുള്ളതുമാണ്. ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല മുസ്തഖലിഫുക്കും, നിങ്ങൾക്ക് അതിൽ പ്രാതിനിധ്യം നൽകും. നമ്മൾക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ഒരവസരം അല്ലാഹു തആല നമ്മൾക്കതിൽ നൽകി. പക്ഷേ ഫനാദിറുൻ കൈഫ തഅലമൂന, അല്ലാഹു നോക്കും എങ്ങനെയാണ് അവനെ സംബന്ധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. അങ്ങനെ ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നതിന് ഇവിടെ അത് അല്ലാത്ത നിലക്കും ഈ രണ്ട് നിലക്കുള്ള ആനന്ദങ്ങൾ നമ്മൾക്ക് ലഭ്യമാകും. ഒന്ന്, നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ആനന്ദം. പക്ഷെ ഇതെല്ലാം ഈ ദുനിയാവിൽ നമ്മൾക്ക് അവസാനിച്ചു പോകും. ഒന്നിരിക്കൽ പരാജയപ്പെടുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവും. അവൻ വിചാരിച്ച അതേ വ്യക്തികൾ വിജയിക്കുകയാണെങ്കിൽ ആഹ്ലാദം ഉണ്ടാവും. അപ്പോഴും അവരുടെ ആനന്ദം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ്, കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ആനന്ദവും സന്തോഷവും നമ്മൾക്ക് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആത്മീയമായി വരുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നമ്മൾക്ക് സുരക്ഷിതത്വം വേണം, അവിടെ സന്തോഷവും ആഹ്ലാദവും സംതൃപ്തിയും വേണം എന്നാണ് നമ്മൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അവിടെ തന്നെ രണ്ട് മത്സരമില്ലെങ്കിൽ, രണ്ട് വിഭാഗങ്ങൾ മത്സരമില്ലെങ്കിൽ കളിയില്ല, അങ്ങനെ പരിപാടി ഇല്ല. ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. حب الشهوات من النساء,
സ്ത്രീകളോടുള്ള ശഹവത്ത്, ആശാസ്, സ്ത്രീകളോടുള്ള പ്രേമം, വൽബനീന, സന്താനങ്ങളോടുള്ള സ്നേഹം, വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണം വെള്ളി കൂമ്പാരമായതിനോടുള്ള നമ്മളുടെ ആ ആഗ്രഹം, സന്താനങ്ങളോടും അതുപോലെ തന്നെ സ്ത്രീകളോട് ഭാര്യമാരോടുള്ള ഒരു സ്നേഹം, സ്വർണം വെള്ളിയിലെയും കൂമ്പാരമായി സ്വർണവും വെള്ളി നമ്മൾ സമ്പാദിച്ചു വെക്കുക, നമ്മൾക്ക് ഒത്തതായ ഒരു വാഹനം, നല്ല നല്ല വാഹനങ്ങൾ, വല്ലണ്ണാമി വല്ലറസ് നാൽക്കാലികൾ, അതുപോലെ തന്നെ കൃഷികളും ഇത് മുഴുവനും ദുന്യവിയായ ജീവിതമാണ്. ദുന്യവിയായ ജീവിതത്തിന്റെ ചരക്കുകളാണ്, ആഡംബരങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, ഇതിന്റെ എല്ലാം നല്ല മടക്കം അല്ലാഹുവിലേക്കാണ്. പറഞ്ഞാൽ സ്ത്രീകളോടുള്ള സ്നേഹം, സന്താനങ്ങളോടുള്ള വാത്സല്യം, അതുപോലെ തന്നെ സ്വർണം വെള്ളി കൂമ്പാരമാക്കി കൂട്ടിയിട്ട് നിന്റെ മനസ്സിന് സംതൃപ്തിയും ശാന്തതയും സമാധാനവും വരുന്നെങ്കിൽ, അതുപോലെ തന്നെ നല്ല മനോഹരമായ വാഹനം, അതുപോലെ തന്നെ മൃഗങ്ങള്, അതുപോലെ തന്നെ കൃഷിയും കാർഷിക ഇടങ്ങളും, ഇതെല്ലാം ദുന്യവിയായ മത്താണ്, വിഭവമാണ്, ചിരക്കാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നല്ല നിലക്ക് ഉപയോഗിച്ച ആളുകൾക്ക് മാത്രമാണ് രക്ഷ. അതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾക്ക് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ആത്മീയമായി ആനന്ദം കൊള്ളുമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ മരിച്ചിട്ട് ഇതുപോലെ ഒരു ജീവിതം നമ്മൾക്കുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ആനന്ദിക്കുന്നെങ്കിൽ, നമ്മൾ മരിച്ചതിന് ശേഷമുള്ള ഒരു ജീവിതം, ആത്മീയമായ ജീവിതം, അവിടെയും ഇങ്ങനെ സന്തോഷവും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലെങ്കിലും അവിടേക്ക് നമ്മൾക്ക് എന്താവും, സന്തോഷം ലഭിക്കുമെന്നാണ്. എന്നാൽ നമ്മൾക്ക് ഇന്ന് ഏറ്റവും സന്തോഷവും സംതൃപ്തി നൽകേണ്ട ഇതിലാണ് നിങ്ങൾ ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുക. ഏത് സമയത്തും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ, ആ മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുക. അതുപോലെ തന്നെ നിസ്കാരവും പ്രാർത്ഥനയും, അതുപോലെ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ധ്യാനം, അതുപോലെ തന്നെ ക്ഷമയും നന്ദിയും കാണിക്കുക. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങൾ, അതുപോലെ തന്നെ തൗബയും പക്ഷാതാപവും നമ്മുടെ ജീവിതത്തിന്റെ മാർഗമാക്കുക. ഇതൊക്കെ ആവുമ്പോൾ നമുക്കതിൽ സന്തോഷം സംതൃപ്തി കണ്ടെത്തുന്നില്ലേ, തീർച്ചയായും നമ്മൾ ഈ ദുന്യാവോടുകൂടെ നമ്മൾ ഇത് തീരും എന്നുള്ളതാണ്. ദുന്യാവോടുകൂടെ നമ്മൾക്ക് ആ ഒരു ആനന്ദവും, അതുപോലെ തന്നെ നമ്മുടെ കളിയും തമാശയും ഇതോടുകൂടെ തീരും. അതിനെ മറിച്ച് ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നത് എല്ലാം വേണം. എല്ലാത്തിലും നമ്മൾ കണ്ടെച്ചെങ്കിൽ ഒക്കെ എല്ലാം പരിധിക്കനുസരിച്ച് കൊണ്ടൊക്കെ അല്ലാഹു നൽകിയെങ്കിൽ അതൊക്കെ ആ വികാരങ്ങളൊക്കെ ഒരു ഉപ്പായി കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എല്ലാം നമ്മൾക്ക് ഹൈറാണ്. ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനിതിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഇസ്രാഫിനെ നമ്മൾ സൂക്ഷിക്കണം. അമിതമായി ആയിരക്കണക്കിൽ 10,000-കണക്കിലൊക്കെ നമ്മൾ ചെലവഴിക്കുക, ധൂർത്തടിക്കുക എന്നെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെ നമ്മളെ ഈ പാവങ്ങളായ ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്, അവർക്കൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അത്ര മറ്റൊന്നും നമ്മൾക്ക് കിട്ടാനില്ല ലോകത്ത്. അപ്പം അത് നമ്മൾ പറഞ്ഞാൽ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പക്ഷെ എന്താണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആനന്ദവും സന്തോഷവും എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷവും ആനന്ദവും ഈ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയുന്ന ആ അറിവുകളിലൂടെ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ, സ്ഥിരമായി കിട്ടുന്ന ആനന്ദത്തിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. നിത്യമായി കിട്ടുന്ന ആനന്ദത്തിന് ഇല്ലെങ്കിൽ എല്ലാം താൽക്കാലികമാണ്, താൽക്കാലികമായി നിലകൊള്ളുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സന്മാർഗങ്ങളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ടാവും. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ടാവും. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.